பூக்கள் பூக்கும் தருணம் மாறுயிரே பார்த்ததாருமில்லை புலரும் காலை பொழுதை முழுவதையும் பிறந்த போவதில்லையே நேற்று வரை நேரம் போகவில்லையே உனதருகே நேரம் போகவில்லை எதுவும் பேசவில்லை റിഫ്ലക്സ് ടെക് വേളിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ TDI-IC പറ്റി കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഒരു TDI-IC വെച്ചിട്ടുള്ള ഒരു 2.1 ആംപ്ലിഫയർ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഈ TDI-IC എടുത്ത് പറയുന്നതിൻ്റെ കാര്യം TDI-ICക്ക് മറ്റുള്ള ഐസികളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഓഡിയോ ക്വാളിറ്റി കൂടുതലാണ്, കുറച്ച് വാട്ടേജ് കുറഞ്ഞാലും ഓഡിയോ ക്വാളിറ്റി കൂടുതലാണ്. ഇത് നമ്മൾ വാട്ടേജ് കുറച്ചല്ല ചെയ്തിരിക്കുന്നത്, കുറച്ചും കൂടി 2 IC ബ്രിഡ്ജ് ചെയ്ത് മോണോ ആക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനത്തെ 2 ബോർഡ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. TDI 7294 ആണ് നമ്മൾ ഇതിനകത്ത് മോണോ ബോർഡ് 2 ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ ബ്രിഡ്ജ് ചെയ്ത ബോർഡ് ആയതുകൊണ്ട് നമുക്ക് ഒരു ചാനലിൽ 150 വാട്ടിൻ്റെ അടുത്ത് നമുക്ക് ലഭിക്കും. അങ്ങനെ 2 ബോർഡ് കൂടിയിട്ട് 150 + 150 നമുക്ക് ലഭിക്കും. അങ്ങനെയാണ് ലെഫ്റ്റ് റൈറ്റ് നമ്മൾ ചാനലിൽ കൊടുത്തിരിക്കുന്നത്. സബ്വൂഫറിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നതും IRF 260 വെച്ചിട്ടുള്ള മോസ്ഫെറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ക്ലാസ് D ആംപ്ലിഫയർ ആണ്. ക്ലാസ് D ആംപ്ലിഫയർ മോസ്ഫെറ്റ് ആയതുകൊണ്ട് കുറച്ച് ബേസ് നല്ല സോഫ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഏകദേശം നമുക്കൊരു 350 വാട്ടോളം നമുക്ക് ഈ സബ്വൂഫറിന് മാത്രം ലഭിക്കും. ഇപ്പോൾ ഈ ആംപ്ലിഫയർ TDI വെച്ച് തന്നെ ചെയ്യാൻ കാര്യം, ആ കസ്റ്റമറുടെ കയ്യിൽ 8 ohms വരാവുന്ന ഒരു സ്പീക്കർ ഉണ്ട്, ടവർ ബോക്സ് ഉണ്ട്. അപ്പോൾ 8 ohms എന്ന് പറഞ്ഞ കാരണം കൊണ്ടാണ് നമ്മളിത് ബ്രിഡ്ജ് ചെയ്ത ബോർഡ് കൂടുതലും ഉപയോഗിച്ചത്. ഇനി നമുക്ക് ഇതിൻ്റെ ഓഡിയോ ഒന്ന് കേട്ട് നോക്കാം, അതുപോലെ തന്നെ അതിൻ്റെ ഇന്റീരിയർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഉൾവശം വന്നിരിക്കുന്നത്. ഇതിൽ ഈ ഭാഗത്ത് മൊത്തം പവർ സപ്ലൈ ആണ് നമ്മൾ ടോറോയുടെ ട്രാൻസ്ഫോമർ എടുത്തിരിക്കുന്നത്. TDI 7294 വേണ്ടിയിട്ട് നമ്മൾ ബ്രിഡ്ജ് ചെയ്ത ബോർഡിന് വേണ്ടിയിട്ട് 24024 എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സബ്വൂഫറിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് 3030 അങ്ങനെ അതിന് വേണ്ടിയുള്ള പവർ സപ്ലൈ ബോർഡ് നമ്മുടെ അതിൻ്റെ ബോർഡിൽ ചെയ്തെടുത്ത്. പിന്നെ BT ബോർഡിനും അതുപോലെ തന്നെ സബിൻ്റെ പ്രീക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു 12 എടുത്തിട്ടുണ്ട്. പിന്നെ ഫാനിന് വേണ്ടി സ്പീക്കർ പ്രൊട്ടക്ഷൻ. ഇത്രയൊക്കെയാണ് പവർ സപ്ലൈ വന്നിരിക്കുന്നത്. പവർ കേബിൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് കമ്പ്യൂട്ടർ സോക്കറ്റ് തന്നെയാണ്. 3 പിൻ കോഡാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഭാഗത്താണ് ഇതിൻ്റെ പ്രീ സ്റ്റേജ് വന്നിരിക്കുന്നത്, അതായത് BT ബോർഡ് ബേസ് ട്രിബിളിനുള്ള BT ബോർഡ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഉപയോഗിച്ച് സ്ഥിരം ഉപയോഗിക്കുന്ന UPC 1892 എന്ന് പറയുന്ന IC ആണ്. നമ്മൾ സ്ഥിരം BT അതായത് ബേസിന് ട്രിബിളിന് വേണ്ടി ഉപയോഗിക്കുന്ന ബോർഡാണിത്. ഇത് RBLൻ്റെ സബ് പ്രീ ബോർഡാണ് ഇതും ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സബ്വൂഫറിൻ്റെ ബോർഡ് IRF 260 ആണ് 2 ഉപയോഗിച്ചിരിക്കുന്നത്. 350 വാട്ടോളം കിട്ടും. ഇത് നമ്മൾ എടുത്തിരിക്കുന്നത് RBLൻ്റെ ബോർഡ് തന്നെയാണ്. പിന്നെ നമ്മൾ അടുത്തായിട്ട് TDI 7294 ഇത് എടുത്തിരിക്കുന്നത് ബ്രിഡ്ജാണ്, അതായത് 2 IC ബ്രിഡ്ജ് ചെയ്ത് ഓണാക്കി അങ്ങനത്തെ 2 ബോർഡാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഏകദേശം ഒരു 150 + 150 കിട്ടും നമുക്ക് ഇതിൽ നിന്ന്. അങ്ങനത്തെ ഒരു ബോർഡാണ് ഇത്. നമ്മൾ യൂണിവേഴ്സിൻ്റെ ബോർഡാണ് എടുത്തിരിക്കുന്നത്. അതുകൂടാതെ പവർടെക്കിൻ്റെ ഒരു 2.1 സ്പീക്കർ പ്രൊട്ടക്ഷനും കൂടി ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഭാഗത്തെല്ലാം ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ബനാന സോക്കറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റിൻ്റെ പ്ലസും മൈനസും, അതുപോലെ തന്നെ സബ്വൂഫറിൻ്റെ പ്ലസും മൈനസും ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഇൻപുട്ടുകളാണ്. മാക്സിമം ഷീൽഡ് വയറാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം ഷീൽഡ് വയറാണ്. ഇൻപുട്ട് ഔട്ട്പുട്ടുകളെല്ലാവരും ഷീൽഡ് വയർ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മാക്സിമം നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ വയറിംഗ് എല്ലാം ഒതുക്കി നല്ല നീറ്റായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് ആംപ്ലിഫയറിൻ്റെ ഉൾവശം വന്നിരിക്കുന്നത്. നമ്മൾ കൊടുത്തിരിക്കുന്നത് സബ്വൂഫർ ഇല്ലാതെയാണ്. 2 3-way ബോക്സ് ഫ്ലോർ സ്റ്റാൻഡിങ്ങിലാണ് കൊടുത്തിരിക്കുന്നത്. സബ്വൂഫറിൻ്റെ ഉള്ളിൽ കട്ട് ചെയ്ത് വെച്ചേക്കാണ്. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് സബ്വൂഫറിൻ്റെ ഓഡിയോ ഒന്ന് കൂട്ടിയിട്ട് പ്ലേ ചെയ്ത് നോക്കാം. കാരണം വെച്ചാൽ സബ്വൂഫർ നമ്മൾ കടയിൽ സ്ഥിരം ഉപയോഗിക്കുന്ന 12 ഇഞ്ച് സബ്വൂഫറാണ് ആയിരിക്കുന്ന 12 ഇഞ്ച് സബ്വൂഫറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ 2 ഫ്ലോർ സ്റ്റാൻഡിങ് ബോക്സും
12 ഇഞ്ച് സോണിയുടെ സബ് വൂഫറാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കത് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾ അതിൻ്റെ ഓഡിയോ കേട്ടിരിക്കും, അതുപോലെ തന്നെ ഇൻറ്റീരിയലും കണ്ടിരിക്കും. ഓഡിയോയ്ക്കുള്ള കുഴപ്പം നമുക്ക് ഫിലിം സോങ്സ് ഒക്കെ ഒരു 10 സെക്കൻഡ് ഇടാനേ സാധിക്കുള്ളൂ. ചില സമയത്ത് കോപ്പിറൈറ്റ് വരുമ്പോൾ ഞാൻ പാട്ടുകളെല്ലാം അതിൽ നിന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടാണ് ഇടാറ് വീഡിയോ ഒക്കെ. പിന്നെ ആംപ്ലിഫയറിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽ, അതായത് ഇതിനകത്ത് ഉപയോഗിച്ചാണ് ബോർഡുകൾ, എത്ര വോൾട്ടേജ്, ഇതിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ടുകളെല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാറുണ്ട്. അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോസിലുള്ള. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ ഓർക്കുക. ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണാം. അത് അമർത്തിയാലാണ് നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.